വെൽക്കം ടു വാമീസ് മം യൂട്യൂബ് ചാനൽ. ഇന്ന് ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയാൻ ഞാനുണ്ട്, ബ്ലൂമിയുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇത്ര നേരം ഇരുന്നിട്ട് ബിഗ് ബോസ് കണ്ടേ. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ബോട്ടിൽ കമ്പനി ഒന്ന് ലെമൺ ജ്യൂസും ഒന്ന് ഓറഞ്ച് ജ്യൂസും രണ്ടെണ്ണാണുള്ളത്. ഒന്ന് ലെമൺ ജ്യൂസിൻ്റെത് അനീഷും ഓറഞ്ച് ജ്യൂസിൻ്റെത് നെവിനും. അനീഷും നെവിനും കൂടെ രണ്ട് ജ്യൂസ് കമ്പനി തുടങ്ങുന്നതായിട്ടാണ് അവർ പറയുന്നത്. അതിൻ്റെ അകത്ത് കുറേ ബോട്ടിൽസ് ഉണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഇതിൻ്റെ ബോട്ടിലെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അനുമോളും ജിഷിനും ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് നോക്കുന്ന ആൾക്കാരാണ്. ഇവരെ ബോട്ടിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇതാക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ നിരന്ന് നിന്ന് ഇങ്ങനെ അങ്ങനെ ബിഗ് ബോസ് ബസറടിക്കുമ്പോഴത്തേക്ക് ആര്യൻ അപ്പാടാ ചാക്ക് എടുത്തിട്ട് അങ്ങ് പോയി. അങ്ങനെയല്ല ശരിക്കും അങ്ങനെ ഓരോരുത്തർക്ക് എണ്ണി അവൻ വീതിച്ചു കൊടുത്തു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കാരണം ഓരോരുത്തർ ഗ്രൂപ്പായിട്ടല്ല കളിക്കേണ്ടത്, ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കേണ്ടത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതിൻ്റെ ബോട്ടിൽ ചാക്കിൻ്റെ അകത്ത് നിന്ന് എടുക്കണം. കാരണം ചാക്കപ്പാട് എടുത്തു കൊണ്ടുപോകാൻ പാടില്ല. അതിനുശേഷം ഇവര് എല്ലാവരും ചാക്കിൻ്റെ അകത്ത് നിന്ന് ഓരോരുത്തർക്ക് എത്രയാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ബിഗ് ബോസ്. അവസാനം കിട്ടിയതിനനുസരിച്ച് അങ്ങനെ എല്ലാവരും അവർക്ക് കിട്ടിയത് എടുത്തതിന് ശേഷം പിന്നെ അവർ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ ഉണക്കിയിട്ട് വേണം ഇവരെ കയ്യിൽ കൊടുക്കാൻ. അങ്ങനെ അനീഷിൻ്റെ അടുത്തും നെവിൻ്റെ അടുത്തും എല്ലാവരും കൊടുത്തു. അവർ നല്ലോണം ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം എടുത്തതും. അതിന് ശേഷം ഇവര് അനുമോളുടെ അടുത്തും ജിസിൻ്റെ അടുത്തും കൊണ്ടുപോകണം ക്വാളിറ്റി ചെക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ കൊണ്ടുപോയ സമയത്ത് അനുമോള് അനീഷിന്റെ മുഴുവൻ റിജക്റ്റ് ചെയ്തു. കാരണം അങ്ങനെ മുഴുവനായിട്ട് റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അനുമോക്ക് എന്തോ ഒരു പേഴ്സണലായിട്ട് എന്തോ ഒരു ഇതുള്ളത് പോലെ അനീഷിനെ മുഴുവൻ റിജക്റ്റ് ചെയ്തു. നെവിന് കൊണ്ടുവന്ന സമയത്ത് നെവിനോട് അത് ഓക്കെ, അവൻ നെവിൻ്റെ ഇത് ഓക്കെയാ, പക്ഷെ നെവിൻ്റെ ക്വാണ്ടിറ്റി ശരിയല്ല, ഒന്നും ശരിയല്ല. എന്നിട്ട് നെവിൻ്റെ അവൾ പിടിച്ചിങ്ങനെ ഞെക്കും. അങ്ങനെ ഞെക്കിയാൽ ഏത് ബോട്ടിലാണ് താഴെ വരാത്തെ, അങ്ങനെയെല്ലാം ഞെക്കി. ജിഷിൻ പിന്നും കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ അനുമോള് ഒരു കണക്കിന് ഇത് ഒക്കൂല എന്നുള്ള രീതിയിൽ അനുമോള് പോകുന്നത്. എല്ലാ ടാസ്കും കൊളാക്കുക എന്നുള്ള ഇവരെന്തോ മെയിനായിട്ട് ഇവർ നടത്തുന്ന ഒരു കാര്യം. ഒരു ടാസ്ക് ഇവർ മര്യാദയ്ക്ക് നടത്തും. ഓറഞ്ച് കമ്പനിയിൽ ബോട്ടിൽ കൊടുത്ത ആൾക്കാരെല്ലാം എല്ലായിടത്തും മറയ്ക്കാൻ തുടങ്ങി. നൂറയും നെവിനും മെയിൻ. പക്ഷെ അനീഷ് മാന്യമായിട്ട് സംസാരിച്ചുകൊണ്ട് അതുവരെ നിന്നെ. അപ്പൊ ഇവര് ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു, ഇതിൻ്റെ ആ തിള്ളയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അനീഷിന് ദേഷ്യം പിടിച്ച് അനീഷ് കണ്ട സാധനം മുഴുവൻ എടുത്തെറിഞ്ഞ്. അങ്ങനെ ടാസ്ക് അവിടെ ഫ്ലോപ്പായി. ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എന്നിട്ടും നിങ്ങൾക്ക് എന്തേ കൊടുക്കാൻ പറ്റും, പക്ഷെ അനുമോൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജിഷിന് പിന്നും പറയുന്നുണ്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ അത് അവിടെ നിന്നു. ഇനിയിപ്പോൾ എങ്ങനെ